welcome back to the channel. So നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് CST 201 അതായത് സെമസ്റ്റർ 3ലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോർ പേപ്പറാണ് ഡേറ്റ സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മൾ DS എന്ന് പറയും. സോ DSലെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഡേറ്റ സ്ട്രക്ചറിലെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ മെയിൻ ടോപ്പിക്സ് വന്നിട്ട് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഡേറ്റ സ്ട്രക്ചർ. ഡേറ്റ സ്ട്രക്ചറിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് ആണ് ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കാനുള്ളത്. സോ നമുക്ക് 1 by 1 മൊഡ്യൂൾ 1ൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് മെയിൻലി ഈ മൊഡ്യൂൾ 1ൽ കവർ ചെയ്യാനുള്ളത് സിസ്റ്റം ലൈഫ് സൈക്കിൾ, അൽഗോരിതം, പെർഫോമൻസ് അനാലിസിസ്, സ്പേസ് കോംപ്ലക്സിറ്റി, ടൈം കോംപ്ലക്സിറ്റി, അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ, കോംപ്ലക്സിറ്റി കാൽക്കുലേഷൻ ഓഫ് സിമ്പിൾ അൽഗോരിതം. സോ മൊത്തത്തിൽ ഇത്രയും ടോപ്പിക്സ് ആണ് മൊഡ്യൂൾ 1ലുള്ളത്. ഡേറ്റ സ്ട്രക്ചറിലെ ഏറ്റവും വളരെ എളുപ്പമുള്ളൊരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 1. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അൽഗോരിതംസ് ആണ്. സോ അൽഗോരിതംസ് എന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് അൽഗോരിതം. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഫോർ ആൻ അൽഗോരിതം? ആൻ അൽഗോരിതം ഈസ് എനി വെൽ ഡിഫൈൻഡ് കമ്പ്യൂട്ടേഷണൽ പ്രൊസീജിയർ ദാറ്റ് ടേക്സ് some value or a set of values as input and produces some value or set of values as output. So algorithm എന്ന ഒരു വെൽ ഡിഫൈൻഡ് കമ്പ്യൂട്ടേഷണൽ പ്രൊസീജിയർ ആണ്. ഒരു വെല്ലായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു കമ്പ്യൂട്ടേഷണൽ പ്രൊസീജിയർ ആണ്. അതിൽ ചിലപ്പോൾ വാല്യൂ കാണാം, ചിലപ്പോൾ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് കാണാം. അതൊക്കെ ഒരു ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. അതിനനുസരിച്ച് ആ അൽഗോരിതത്തിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അത് കമ്പ്യൂട്ടർ ടേക്ക് ഓൺ ചെയ്തിട്ട് ആ അൽഗോരിതം വഴി നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ടേക്ക് ഓൺ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, റിസൾട്ടൻ്റ് ഔട്ട്പുട്ട് ആ അൽഗോരിതം വഴി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ഇതാണ് മെയിൻലി ഒരു അൽഗോരിതം എന്താണെന്ന് വെച്ചാൽ. ആൻഡ് അൽഗോരിതം ഈസ് ദസ് എ സീക്വൻസ് ഓഫ് കമ്പ്യൂട്ടേഷണൽ സ്റ്റെപ്സ് that transform the input into the output. So അൽഗോരിതത്തെ നമ്മൾ കോമൺലി നമുക്ക് എങ്ങനെ പറയാം, ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് കമ്പ്യൂട്ടേഷണൽ സ്റ്റെപ്സ്. അതായത് കമ്പ്യൂട്ടേഷൻ ചെയ്യാനുള്ള പ്രൊസീജിയർ ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സീക്വൻസ് ആണ് അൽഗോരിതം എന്ന് പറയാം. എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫോം ദ ഇൻപുട്ട് ഔട്ട്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ ഔട്ട്പുട്ടായിരിക്കും. നമ്മൾ ഈ കൊടുക്കുന്ന ഇൻപുട്ട് എങ്ങനെയായിരിക്കും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയറിലൂടെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ അല്ലെങ്കിൽ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ആ മാനർ, അതാണ് അൽഗോരിതം എന്ന് പറയുന്നത്. ആൻഡ് അൽഗോരിതം ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. നമുക്ക് ക്രൈറ്റീരിയസ് ഫോർ ആൻ അൽഗോരിതം, എന്തൊക്കെ ക്രൈറ്റീരിയസ് ആണ് അൽഗോരിതത്തിനുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻപുട്ട്. ദർ ആർ 0 or more quantities which are externally supplied. സോ ഇൻപുട്ടാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. 0 അല്ലെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റീസ് ഉണ്ട് വിച്ച് ആർ എക്സ്റ്റേണലി സപ്ലൈ ചെയ്യാൻ ഇൻപുട്ടായിട്ട്. ഔട്ട്പുട്ട് നോക്കിക്കേ, അറ്റ്ലീസ്റ്റ് 1 ക്വാണ്ടിറ്റീസ് പ്രൊഡ്യൂസ്. ഔട്ട്പുട്ട് ആകുമ്പോൾ ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ക്വാണ്ടിറ്റി എങ്കിലും പ്രൊഡ്യൂസ് ആവും. ഡിഫൈൻഡ്നെസ്, ഈച്ച് ഇൻസ്ട്രക്ഷൻ മസ്റ്റ് ബി ക്ലിയർ ആൻഡ് അൺആംബിഗ്വസ്. നമ്മൾ ഓരോ ഇൻസ്ട്രക്ഷൻ, നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ഓരോ ഇൻസ്ട്രക്ഷനും ക്ലിയർ ആയിരിക്കണം, അൺആംബിഗ്വസും ആയിരിക്കണം. നെക്സ്റ്റ് ക്രൈറ്റീരിയ, ഫൈനൈറ്റ്നെസ്. If we trace out the instruction of an algorithm, then for all the cases of algorithm will terminate after a finite number of steps. അതാണ് ഫൈനൈറ്റ്നെസ് എന്ന് പറഞ്ഞാൽ. So it is a very important criteria for algorithm. Next one, effectiveness. It is the last criteria for an algorithm. Every instruction must be sufficiently basic that it can in principle be carried out by a person using only pencil and paper. So എല്ലാ ഇൻസ്ട്രക്ഷൻസും നമുക്ക് സഫിഷ്യൻ്റ്ലി സഫിഷ്യൻ്റ്ലി ബേസിക് ആയിട്ട് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ദാറ്റ് ഇറ്റ് ക്യാൻ ഇൻ പ്രിൻസിപ്പിൾ ബി ക്യാരിഡ് ഔട്ട് ബൈ എ പേഴ്സൺ യൂസിങ് ഓൺലി പെൻ ആൻഡ് പെൻസിൽ. ഒരു എഫക്റ്റീവ്നെസ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഒരു പേനയും പേപ്പറും കൊണ്ട് നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് ഫോം ചെയ്യാൻ പറ്റുന്നതാണ് ഈ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. ഒരു പേഴ്സണ് ഒരു അൽഗോരിതം ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് പേനയും പേപ്പറും തന്നെ വേണ്ടി വരും. ഓക്കെ, നമുക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾ ഓഫ് ആൻ അൽഗോരിതം നോക്കാം. പ്രിപ്പയറിങ് എ ടീ. നമ്മൾ ചായ ഇടുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എന്താണ്? ആദ്യം അടുപ്പിൽ വെള്ളം വയ്ക്കുന്നു, സ്റ്റൗ ഓൺ ചെയ്യുന്നു. ഫസ്റ്റ് പ്രൊസീജിയർ സ്റ്റൗ ഓൺ ചെയ്യുന്നു, പാത്രം വയ്ക്കുന്നു, 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു, പിന്നെന്താണ്, തേയിലപ്പൊടി ഇടുന്നു. അങ്ങനെ ഓരോരോ ഘട്ടം പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലേ. ആ സമയമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഓരോ സ്റ്റെപ്പ്. അതേപോലെ ഈ കമ്പ്യൂട്ടറിൽ നമ്മൾ കൊടുക്കുന്ന ഓരോ ഇൻസ്ട്രക്ഷൻസ് അത് ഒരു സെറ്റായിട്ട് നമ്മൾ കൊടുക്കും, അത് സ്റ്റെപ്സ് ആയിട്ട് കൊടുക്കും. ആ സ്റ്റെപ്സിനെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കി, പ്രിപ്പയറിങ് എ ഹാംബർഗർ, യുവർ ഡെയിലി റൂട്ടീൻ, ഗോയിങ് ടു സ്കൂൾ ഓർ കോളേജ്, എനിത്തിങ്. നമ്മൾ ഡെയിലി ലൈഫിലുള്ള ഓരോ കാര്യത്തിലും എന്തുണ്ട്, ഒരു അൽഗോരിതം വെച്ചാണ് അതൊക്കെ വർക്ക് ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്കൊരു ടീ റെസിപ്പി, ഒരു ചായ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കിയേ, പുട്ട് ദ ടീ ബാഗ് ഇൻ എ കപ്പ്. ഒരു കപ്പിൽ ടീ ബാഗ് ഇടുന്നു. ഫിൽ ദ കെറ്റിൽ വിത്ത് വാട്ടർ. കെറ്റിൽ വെള്ളം ഒഴിക്കുന്നു. ബോയിൽ ദ വാട്ടർ ഇൻ ദ കെറ്റിൽ. കെറ്റിൽ ചൂടാക്കുന്നു. pour സം ഓഫ് ദ ബോയിൽ സ്റ്റെപ്പ്. അങ്ങനെ ഈ നോക്കിയേ, ഒരു ചായ ഉണ്ടാക്കാൻ മൊത്തം 8 റെസിപ്പീസ് അല്ലെങ്കിൽ 8 സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണ് ഒരു ചായ നമുക്ക് ഔട്ട്പുട്ടായിട്ട് നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന എന്തൊക്കെയാണ്? വെള്ളം, ഹീറ്റ്, അതേപോലെ ഷുഗർ, മിൽക്ക്, ഇതൊക്കെ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ച് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് എന്താണ്? ചായയായിട്ട് കിട്ടും. ആ ഒരു ഫോമാറ്റ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ സ്റ്റെപ്പ് ആയിട്ട് പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അൽഗോരിതം. സോ അൽഗോരിതത്തിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ നമ്മൾ ടീ റെസിപ്പി തന്നെ. പ്രിപ്പയറിംഗ് എ ടീ ഈസ് എ വെരി എക്സാമ്പിൾ ഫോർ അൽഗോരിതം ഇൻ അവർ ഡെയിലി ലൈഫ്.